കർണാടകയിലെ കുടകിന്റെ കാഴ്ചകളുടെ ഉള്ളറകൾ തേടിയുള്ള ചേന്ദമംഗല്ലൂർ സീനിയർ സിറ്റിസൺ സംഘത്തിന്റെ ഉല്ലാസയാത്ര. വിജ്ഞാനത്തിന്റെയും സാഹസികതയുടെ നേർക്കാഴ്ചകളായി. അതേസമയം ഗായിക ആതിര പോത്തുകല്ലിന്റെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നും യാത്രയെ സംഗീത സാന്ദ്രമാക്കി. ഒപ്പം ചുവടൊപ്പിച്ച് ഗായകൻ ടി അബ്ദുല്ല മാസ്റ്റർ അടക്കം നിരവധി പേർ വിവിധ ഗാനങ്ങളുമായി പാടി തിമിർത്തപ്പോൾ ഉല്ലാസയാത്ര സന്തോഷ നിർഭരമായി. പ്രസിഡന്റ് വി അബ്ദുൽ ഹമീദ്, സെക്രട്ടറി KT നജീബ് എന്നിവരുടെ നേതൃത്വം നൽകി. KC റിയാസ് കൊടിയത്തൂർ യാത്രയുടെ ഗൈഡായി പ്രവർത്തിച്ചത്. കുടക് ജില്ലയിലെ മടിക്കേരിയിലെ സാംസ്കാരിക കേന്ദ്രമായ രാജാസീറ്റ് കാഴ്ചകളുമായാണ് തുടക്കം. പാറക്കെട്ടുകളും താഴ്വരകളാൽ ധന്യമായ പ്രദേശം. 200 വർഷത്തിലേറെ കൊടകിലെ രാജാക്കന്മാരുടെയും രാജ്ഞികളുടെ ഇഷ്ടപ്പെട്ട ഒരു ഉദ്യാനമെന്ന സവിശേഷത രാജസീറ്റിനുണ്ട്. സൂര്യാസ്തമയവും സുന്ദരമായി നിരീക്ഷിക്കാം. ഉദ്യാനത്തിലെ വർണ്ണവിസ്മയ തീർക്കുന്ന രാത്രിയിലെ വാട്ടർ മ്യൂസിക് അക്ഷരാർത്ഥത്തിൽ ആദ്യ ദിനം ആകർഷണീയമാക്കി. രണ്ടാം ദിനം കാവേരി നദിക്ക് കുറുകെ മണൽച്ചാക്കുകൾ നിരത്തി ചവിട്ടിയുള്ള ദൂബാരെ ആന ക്യാമ്പ് ലക്ഷ്യമാക്കിയുള്ള സാഹസിക യാത്ര. ശില്പചാരുത വിടർത്തിയ പാറക്കല്ലുകളെ തഴുകി ശക്തമായ ഒഴുക്കിനെയും മറികടന്നാണ് ദൂബാരെ ആന ക്യാമ്പിലേക്ക് ഓരോരുത്തരും യാത്ര നടത്തിയത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ആവേശത്തോടെ കാവേരി നദിയിലൂടെ യാത്ര ചെയ്യുന്നത്. സുരക്ഷയ്ക്കായി ബോട്ടുകളും റെഡിയാണ്. മടക്കയാത്ര പ്രയാസപ്പെടുന്നവർക്ക് ട്യൂബുകളിൽ കയറിയുള്ള പുഴ താണ്ടി മറുകരയിലെത്തിക്കാനുള്ള സംവിധാനവുമുണ്ട്. 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് നൽകേണ്ടത്. അരമണിക്കൂറോളം നീണ്ടുനിന്ന യാത്രയ്ക്ക് ശേഷമാണ് ദൂബാരെ ആനക്യാമ്പിനെ കവാടത്തിലെത്തുന്നത്. കാവേരി നദീതീരത്തിന്റെ കാനന ഭംഗി ആസ്വദിച്ചുള്ള ബോട്ടുയാത്രയാണ്. കർണാടക വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആനക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ വിജ്ഞാനത്തിന്റെ വാതായനങ്ങളാണ് സഞ്ചാരികൾക്ക് തുറന്നിടുന്നത്. കാട്ടിൽ നിന്ന് പിടികൂടി പരിശീലനം പൂർത്തിയാക്കിയ ആനകളോടുള്ള ഇടപെടലും ആനയെ കുളിപ്പിക്കലും ഗ്യാലറിയിലിരുന്ന് കാണാവുന്ന ആനയൂട്ടും മനോഹരമായ കാഴ്ചകളാണ്. കാവേരിപ്പുഴക്കടവിൽ ആനകളുടെ കുളിക്കിടയിൽ ഉയർന്നു വരുന്ന ചിഹ്നം വിളിയും ആർത്തട്ടഹാസവും സഞ്ചാരികളെ ആകർഷമാക്കുന്നു. പ്രകൃതിയുടെ പച്ചപ്പിന്റെ ഭംഗിക്കിടയിൽ ഉലാത്തുന്ന ഗംഭീരമായ ആനക്കൂട്ടങ്ങളുടെ സഞ്ചാരവും ദുബാരെ ആനക്യാമ്പ് അവിസ്മരണീയമാണ്. മൈസൂർ ദസറ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്ന വലിയ 5 കൊമ്പനാനകളും ക്യാമ്പിന്റെ കാഴ്ചകളാണ്. ലോകത്തുള്ള ചുരുക്കമുള്ള ആനക്യാമ്പുകളിൽ ഒന്നാണ് ദുബാരെ ആനക്യാമ്പ് എന്ന സവിശേഷതയുമുണ്ട്. ആനകളുടെ സൗമ്യതയുടെ സ്വഭാവ മഹിമ മനസ്സിലാക്കി തന്നാണ് ആനകൾ ഓരോ സഞ്ചാരികളെ യാത്രയാക്കുന്നത്. കുടക് ജില്ലയിലെ കുശാൽ നഗറിനടുത്ത് മനോഹരമായ സ്ഥലമാണ് നിസർഗധാമ. മനുഷ്യനിർമ്മിതമായ ദ്വീപാണിത്. മുളങ്കാടുകളുടെ ഇരുണ്ട പച്ചപ്പിലൂടെ വീണ്ടും തൂക്കുപാലം കടന്നു വേണം അവിടെ എത്താൻ. പഴമയുടെ വൈവിധ്യങ്ങളായ കലാരൂപങ്ങളും പണ്ടുകാലത്തെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സമർത്ഥമായി ശില്പചാരുതയിൽ തീർത്ത് മുളങ്കാടുകൾക്കിടയിൽ സഞ്ചാരികളെ കൗതുകമാക്കുന്നു. കുടക് ജില്ലയിലെ ബൈലേക്കുപ്പയിലെ തിബറ്റൻ ആത്മീയ കേന്ദ്രമായ ഗോൾഡൻ ടെമ്പിളും വിനോദസഞ്ചാര കേന്ദ്രമാണ്. കുടകിലെ കാഴ്ചകൾ കാണാൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി പേരാണ് സീസൺ തുടങ്ങിയതോടെ വരവായത്. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.